ിലും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വാഹനമെടുത്ത് ഇവിടെ നിന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്ക് ഒന്ന് സഞ്ചരിച്ചു നോക്കുക. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും റോഡരികിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളോ ഒക്കെയായി ഇതുപോലെയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ കേൾക്കാൻ കഴിയും. എന്നാൽ ക്രിസ്മസ് ദിനത്തിൽ മാത്രമല്ല, എല്ലാ ദിനങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ടി വി നിങ്ങളൊന്ന് ഓൺ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും ടി വിയിൽ യേശുവിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. സാമൂഹിക മാധ്യമങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ വരുന്ന അതേ വാർത്തകൾ നിങ്ങൾ നോക്കുക. അതിന്റെ കൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളോ യേശുവിനെ കുറിച്ചുള്ള പാട്ടുകളോ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നതിന്റെ സ്ഥാനം, ഇത്രയധികം പ്രസംഗിക്കപ്പെടുന്ന ഒരു വ്യക്തി പ്രഭാവം യേശു ക്രിസ്തു മാത്രമാണ്. ഏറ്റവും അധികം രചനകൾ നടന്നിട്ടുള്ളത് യേശുനാഥനെ കുറിച്ചാണ്. ഏറ്റവും അധികം ഗാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്തുനാഥനെ കുറിച്ചാണ്. ഇങ്ങനെ ഏറ്റവും അധികമായി പാടുന്ന, പ്രസംഗിക്കപ്പെടുന്ന, എഴുതപ്പെടുന്ന അതുല്യമായ നാമം ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമം. ആ വ്യക്തി പ്രഭാവത്തെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുവാൻ, നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ സകല ആളുകളെ പ്രകൃതിയുടെ നിയമപ്രകാരം ജനിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുനാഥന്റെ ജനനം തികച്ചും വ്യത്യസ്തമാണ്. മറിയമെന്ന യേശുവിന്റെ മാതാവ് തനിക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യോസഫ് എന്ന പുരുഷനുമായി ഒരുമിച്ച് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പുരുഷനെ കൂടാതെ, ഒരു പുരുഷനെ അറിയാതെ ദൈവത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായി യേശുനാഥൻ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ ആ ചരിത്ര യാഥാർത്ഥ്യത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനം പ്രകൃതി നിയമപ്രകാരമുള്ള ജനനമായിരുന്നില്ല. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി യേശുനാഥൻ ഇങ്ങനെയൊരു ജനനം സ്വീകരിച്ചു എന്ന് ചിന്തിക്കേണ്ട വസ്തുതയാണ്. അത് യേശുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിലും ആ ഒരു വസ്തുത അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ അറിവിനായി ഞാനതൊന്ന് പങ്കുവെക്കുന്നു. വിശുദ്ധ ബൈബിളിലെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ 1-15 വാക്യത്തിൽ യേശുനാഥന്റെ ജനനത്തെ കുറിച്ച്, ജനനോദ്ദേശത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമാകുന്ന വചനം തന്നെ. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമാകുന്ന വചനം തന്നെ. എന്തിന് യേശുനാഥൻ ഈ ലോകത്തിൽ അവതാരം ചെയ്തു? ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പാപികളെ രക്ഷിപ്പാൻ, പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് അവതരിച്ച അവതാര പുരുഷനാണ് ശ്രീ യേശു ക്രിസ്തുവിന്റെ ജനനം വ്യത്യസ്തമായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? പാപികളെ രക്ഷിക്കാൻ വരുന്ന ഒരു വ്യക്തി പാപം കൂടാതെ പിറന്നേ മതിയാകുകയുള്ളൂ. ഈ ഉലകത്തിൽ പിറന്നിട്ടുള്ള സകല ആളുകളും പാപം കൂടാതെ പിറന്നവരല്ല, പാപത്തോടുകൂടെ പിറന്നവരാണ്. എന്നെ കേൾക്കുന്ന സകലരിലും പാപം വസിക്കുന്നുണ്ട്. ജനിച്ചു വീഴുന്ന ഒരു കൊച്ചു കുഞ്ഞ്, ഒരു മാസം പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് അതിന്റെ അമ്മനെ ഉറക്കിക്കിടത്തിയ ശേഷം അടുക്കളയിലെ ജോലികാരികളെ തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞുണർന്നിരിക്കട്ടെ. കുഞ്ഞുണരുമ്പോൾ അമ്മയെ കാണുവാൻ അവൻ കരയും. ഒരുപക്ഷെ വിശന്നിട്ടാകാം, അല്ലെങ്കിൽ അവന്റെ വസ്ത്രം മാറാനാകാം. അവന്റെ ആവശ്യം എന്താണെന്ന് പറയാനറിയില്ല, അവൻ കരയുകയാണ്. ആ കുഞ്ഞ് കരയുമ്പോൾ ആ അമ്മ ഓടി വരും. അടുക്കളയിൽ ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്: അയ്യോടാ മുട്ടേ, കരയല്ലടാ, അമ്മ വന്നല്ലോ, കുഞ്ഞെന്തിനാ കരയുന്നേ, അമ്മയുടെ ചക്കര കരയാതെ എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചാൽ ആ കുഞ്ഞ് ആശ്വാസം കൈക്കൊള്ളാൻ തയ്യാറാകില്ല. അവൻ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ അവൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കും. ഏറെ പരിശ്രമിച്ച് അമ്മ എന്ന് മുലകൂട്ടാൻ ശ്രമിച്ചാൽ ആ സന്ദർഭത്തിൽ ആ കുഞ്ഞ് മുല കുടിക്കാൻ തയ്യാറാകില്ല. അവൻ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ കുഞ്ഞ് കരയുന്നത്? അവൻ ആഗ്രഹിച്ച സമയത്ത് അവന്റെ അമ്മ ഓടി വന്ന് അവനെ ആശ്ലേഷിക്കാത്തത് കൊണ്ട്,
അവന്റെ വിശപ്പടക്കാൻ അവന് പാലുണ്ടാക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവന്റെ വസ്ത്രം മാറാത്തത് കൊണ്ട് ആ കുഞ്ഞ് ദേഷ്യം പിടിച്ച് കഴിയുകയാണ്. അവന്റെ ദേഷ്യം മാറുന്നത് വരെയും ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അല്പസമയം കഴിയാതെ അവൻ പാല് കുടിക്കണമെന്നില്ല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ കുഞ്ഞ് 1 മാസം പോലും പ്രായമാകാത്ത കുഞ്ഞ് ദേഷ്യം പിടിക്കാൻ ആര് പഠിപ്പിച്ചതാണ്? ആരും പഠിപ്പിച്ചിട്ടല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലട്ടിയൊന്ന് വീണെന്നിരിക്കട്ടെ, ആ കുഞ്ഞ് കരയും. നമ്മൾ ഓടിച്ചത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ വായുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന വീശി ആ കുഞ്ഞിന് വെള്ളം പറ്റിയൊക്കെ ഒന്ന് നോക്കി അതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഇനി അവൻ കരച്ചിലടക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു സൂത്രപ്പണിയുണ്ട്. അടുത്ത് കിടക്കുന്ന ഒരു കമ്പോ കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് ആ കുഞ്ഞു വീണ നിലത്തേക്ക് ഒന്ന് ആഞ്ഞടിക്കും. ആഞ്ഞടിക്കുമ്പോൾ അവൻ ശാന്തമാകും. ഇനി മേലാൽ കുഞ്ഞിനെ വീടിക്കരുന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് കരച്ചിലടക്കും. എന്താ ആ കുഞ്ഞ് അപ്പോൾ കരച്ചിലടക്കിയത്? അവന്റെ അകത്തുള്ള പ്രതികാര ചിന്തയെ നമ്മൾ ശമിപ്പിച്ചത് കൊണ്ടാണ് അവൻ കരച്ചിലടക്കിയത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇവിടെ പിറന്നു വീണ സകല ആളുകളിലും പാപം കുടികൊള്ളുന്നു എന്നതിന് തെളിവാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ദേഷ്യം പിടിക്കുന്നതും വാശി പിടിക്കുന്നതും ശാഠ്യം കാണിക്കുന്നതും അവരുടേതായ നിലയിലുള്ള അതേ ചെറിയ ചെറിയ തെറ്റുകൾ അവർ പ്രവർത്തിക്കുന്നതിന്റെ കാരണം അവരുടെ അകത്ത് പാപമുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പാപമില്ലാതെ ഇവിടെ ആരും പിറന്നിട്ടില്ല. സകല മതങ്ങളും പറയുന്നു, ഹിന്ദു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ബുദ്ധമതമാകട്ടെ, ജൈന മതമാകട്ടെ, സകല മതങ്ങളും പറയുന്നു മനുഷ്യൻ പാപത്തിൽ പിറന്നവനാണ്. പാപമില്ലാതെ ഇവിടെ ആരും പിറന്നിട്ടില്ല. പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ഉലകത്തിലേക്ക് അവതാരം ചെയ്ത യേശുനാഥൻ തന്റെ ജനനത്തിങ്കൽ സ്ത്രീ പുരുഷ ബീജസങ്കലനത്താൽ ജനിക്കാതെ പ്രകൃതിയുടെ നിയമപ്രകാരമല്ലാത്തൊരു ജനം സ്വീകരിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ പാപമില്ലാതെ പിറന്നെങ്കിൽ മാത്രമേ ഭാവിയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഒരു കുരുടന് മറ്റൊരു കുരുടനെ ഒരിക്കലും വഴികാട്ടാൻ കഴിയാത്തതുപോലെ ഒരു ഭാവിക്ക് മറ്റൊരു ഭാവിയെ സഹായിക്കാൻ കഴിയില്ല, രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാപമില്ലാതെ പിറന്നിട്ട് ഭാവിയെ രക്ഷിക്കുവാനായിട്ടാണ് യേശുനാഥൻ പ്രകൃതിയുടെ നിയമപ്രകാരം അല്ലാതെ ഈ ലോകത്തിലേക്ക് പിറന്നത്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഇപ്രകാരം ഒരു ജനനം ഈ ലോകത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. എന്തുകൊണ്ട്? പാപമില്ലാതെ പിറക്കേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ എന്റെ കേൾവിക്കാരോട് യേശുക്രിസ്തുവിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ഉലകചരിത്രത്തിൽ പാപം കൂടാതെ പിറന്ന ഒരു പുണ്യപുരുഷനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ പാപം കൂടാതെ പിറന്നു എന്ന് മാത്രമല്ല, ജന്മപാപമില്ലാത്തവനായി പിറന്ന നാഥൻ കർമ്മപാപം കൂടാതെ ജീവിച്ചു എന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്റെ കർത്താവ് പാലസ്തീന്റെ മണ്ണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിച്ച് തന്റെ അടുക്കൽ വന്ന രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെകിടന്മാർക്ക് കേൾവി നൽകി, ഊമരെ സംസാരിക്കുമാറാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഈ സന്ദർഭത്തിൽ ഒരു വലിയ പുരുഷാരം എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അനുഗമിച്ച പുരുഷാരത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഒരിക്കൽ അരിമനാഥനൊരു ചോദ്യം ഉന്നയിച്ചു, നിങ്ങളിലാ എനിക്ക് പാപത്തെ കുറിച്ച് ബോധം വരുത്തും. അർത്ഥമിതാണ്, നിങ്ങളിൽ ആർക്ക് എന്നിലൊരു പാപമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാമെന്ന് സഭയിലെ പുരുഷാരത്തിന് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ സകലരും നമ്മിരസ്കരായി മൗനം ദീക്ഷിച്ച് മടങ്ങിപ്പോവുകയാണുണ്ടായത്. ഒരാൾക്ക് പോലും യേശുക്രിസ്തുവിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കർത്താവിനെ ഏറ്റവും ഒടുവിൽ വിസ്താരം കഴിച്ച 5 കോടതികൾ 7 വട്ടം വിസ്താരം കഴിച്ചു. കേൾക്കൂ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 5 വട്ടം വിസ്താരം കഴിച്ചപ്പോഴും ക്രിസ്തുനാഥനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ പീലാത്തോസ് എന്ന റോമൻ ഗവർണർ തന്റെ കൊട്ടാരത്തിന് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് പരസ്യമായി ക്രിസ്തുവിനെ കുറിച്ച് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ക്രിസ്തുവിനെ ക്രൂശിച്ച പടയാളികൾ പറഞ്ഞത് എന്താണ്? ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടവർ പറയുന്നു, വാസ്തവത്തിൽ ഈ മനുഷ്യൻ ഒരു നീതിമാനായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞത് എന്താണ്? ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു. ആവർത്തിച്ച് പലരുടെ വാമൊഴിയാൽ തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യം, പാപമില്ലാതെ ജീവിച്ച ഒരു പുണ്യപുരുഷനുണ്ട്. അവന്റെ പേര് നസ്രായനാകുന്ന യേശുക്രിസ്തു. ജന്മപാപം കൂടാതെ പിറന്ന് കർമ്മഭാവം കൂടാതെ
കൂടാതെ ജീവിച്ച യേശുനാഥനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുവാൻ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുക. ലോകത്തിലേക്കുള്ള അവന്റെ വരവ് എന്ന് പറയുമ്പോൾ ആ വരവിന് മുമ്പ് താൻ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം തിരിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് തെളിയിക്കാൻ ഒരു വാക്യഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. ബൈബിളിലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ പ്രാരംഭാധ്യായത്തിൽ ക്രിസ്തുനാഥന്റെ ജനനത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയുടെ സഹോദരന്മാരെ ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പേരസിനെ ജനിപ്പിച്ചു, പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോ നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. ഇങ്ങനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പ്രയോഗം പറയുന്നു. ശ്രദ്ധിക്കുമല്ലോ, അതിപ്രകാരമാണ്: യാക്കോബ് യോസേപ്പിനെ ജനിപ്പിച്ചു, മറിയയുടെ ഭർത്താവായ യോസേപ്പിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ക്രിസ്തുവിന്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ ക്രിസ്തുവിന്റെ ജന്മത്തെ കുറിച്ച് തിരുവെടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്റെ ശ്രോതാക്കൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാണ് ഞാൻ ആ വാക്യം ഒന്നും കൂടെ ആവർത്തിച്ചത്? ബാക്കിയുള്ള സകല ആളുകളെ കുറിച്ച് പറയുന്ന പ്രയോഗം ജനിപ്പിച്ചു എന്നാണെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ജനിപ്പിച്ചു എന്നല്ല. അവരെ ജനിപ്പിച്ചൊരു ജനകൻ ഈ ലോകത്തിലില്ല. പകരം അവൻ ജനിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കന്യകയുടെ മകനായി ഈ ലോകത്തിലേക്ക് പിറവിയെടുക്കും മുമ്പ് ക്രിസ്തുനാഥൻ ഉണ്ടായിരുന്നു എന്ന് തെളിയുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ, ജനിച്ചു എന്ന് പറയണമെങ്കിൽ ജനിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാനും ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് സ്വയം ജനിക്കാനും കഴിയുന്ന ഒരു പൂർവാസ്തിത്വമുള്ള ഒരാൾക്ക് സ്വയം ജനിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കന്യകയിൽ പൂജാതനായി കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ബൈബിൾ അതിന് രേഖകൾ പറയുന്നില്ല. അത് ഭാഷാപ്രയോഗം, പ്രസംഗ ശൈലി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണ് പിറന്നതെന്ന്, ഏത് സ്ഥലത്ത് പിറന്നു എന്ന് വ്യക്തമായി രേഖ തിരുവെഴുത്തിൽ കാണുന്നില്ല. ഒരു കാര്യം പറയാം, അതെ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതിരുന്നിട്ട് പശുത്വത്തിൽ കിടത്തി എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ വഴിയമ്പലത്തിലേക്ക് പോകുന്ന ചെരുവിൽ എവിടെയെങ്കിലും ആകാം എന്നൊരു നിഗമനത്തിലെത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ അഖിലാണ്ടത്തെ വശത്തിച്ച ഞാൻ പ്രസംഗിക്കുന്ന യേശുനാഥൻ ലോകത്തിലേക്ക് ഒരു ദരിദ്രനെ പോലെ ജന്മമെടുക്കാൻ ഒരു സ്ഥലമില്ലാതെ വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് കിടത്തി എന്ന് പറയുമ്പോൾ തെരുവിൽ പിറന്നു വീണപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പിറവിയവൻ സ്വീകരിച്ചത് എന്നൊരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. മാനവരാശിയുടെ പാപം പോക്കാൻ ആവർത്തിക്കട്ടെ. ജനിക്കാൻ തീരുമാനമെടുത്ത് ജനിക്കാൻ കഴിഞ്ഞ ഒരു പൂർവാസ്തിത്വം അവനുണ്ട്. കന്യകയെ ഒഴിവാകുന്നതിന് മുമ്പ് ക്രിസ്തുനാഥൻ ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ആ പൂർവാസ്തിത്വത്തിൽ അവൻ ആരായിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലെ ഒരു പ്രയോഗമുണ്ട്: കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശത്തിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അങ്ങനെയെങ്കിൽ കന്യകയിൽ ഒരു ഭാഗം മുമ്പ് അവനുണ്ടായിരുന്നു. എന്നു മുതൽ അവനുണ്ടായിരുന്നു? പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പേ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് അവന്റെ കരങ്ങളാണ്. ആകാശത്തെ വീഴ്ചത് അവന്റെ കരങ്ങളാണ്. അർത്ഥം ഇത്രയുള്ളൂ: സൃഷ്ടികർമ്മത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള സൃഷ്ടാവാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. മരണം കൊണ്ട് അവസാനിച്ചതോ അതേ കന്യകനെ കൊണ്ട് തുടങ്ങിയതോ അതിനിടയ്ക്കുള്ള 33.5 വയസ്സ് കൊണ്ട് തീരുന്ന ആ 33 വയസ്സ് കൊണ്ട് അവസാനിച്ച ഒരു ജന്മവുമല്ല. പൂർവകാലത്ത് ഭൂമി ഉണ്ടായിരുന്നത് പോലെ തന്നെ തിരുവെടുത്ത് പറയുന്നു, ആകാശത്തിന്റെ കൈകളുടെ പ്രവൃത്തിയ അവ മാറിപ്പോകും, നീയേ നിലനിൽക്കുമെന്ന് പറഞ്ഞ മരണം കൊണ്ട് അവസാനിക്കാതെ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന വരിവൻ. അതിനെ ഞങ്ങൾ ഇങ്ങനെ പറയും: കാലാരംഭത്തിന് മുൻപുള്ളവൻ, കാലാവസാനത്തിന് ശേഷവുമുള്ളവൻ. അങ്ങനെ ഒരു വ്യക്തി പ്രഭാവത്തെ ഉയർത്തിക്കാട്ടാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ
എന്റെ ശ്രോതാക്കൾ, പുൽക്കൂട്ടിൽ പിറന്നു വീണൊരു ക്രിസ്തുവിനെയല്ല കാണേണ്ടത്. കാലാരംഭങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന, ദൈവത്തോട് സമത്വമുണ്ടായിരുന്ന, ദൈവമായിരുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കാണണം. അവനിൽ ഒരു ദൈവത്വം മറഞ്ഞു കിടക്കുന്നു. ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നതുകൊണ്ട് ദൈവത്വം പൂർണ്ണമായി അവൻ പ്രകടമാക്കിയില്ല. അവന്റെ ദൈവത്വത്തെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചപ്പോഴൊക്കെ അവനൊരു മനുഷ്യനാണെന്ന് വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിച്ചു. എങ്കിലും അവന്റെ ദൈവത്വം വെളിപ്പെടുന്ന വിവിധ സന്ദർഭങ്ങൾ തിരുവെടുത്ത് പറയുന്നുണ്ട്. ഒരിക്കൽ എന്റെ കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളുമായി അത് ഗലീലാക്കടലിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ അവിടുത്തെ ആ ഭൂപ്രകൃതിക്ക് മാറ്റമുണ്ടായി, അവിടുത്തെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനമുണ്ടായി. ശക്തമായ കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ച് പടക മുങ്ങുമാറായപ്പോൾ പടകിൽ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ ഭയപ്പെട്ടു, ഭയനിരതരായി. അവർ യേശുനാഥനെ വിളിച്ചുണർത്തി ചോദിക്കുന്നു, അതാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവ് ഉണർന്നിരുന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോ എന്റെ കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ കാറ്റും കടലും ശാന്തമാകുമ്പോൾ ഒരു കാര്യം തെളിയിക്കപ്പെട്ടു, ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ് യേശുനാഥൻ എന്ന യാഥാർത്ഥ്യം തെളിയിക്കപ്പെടുമ്പോൾ ഈ കവലയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവരി കൊണ്ട് അവസാനിച്ചതല്ല. കാലാരംഭത്തിന് മുമ്പുള്ളവൻ, കാലാവസാനത്തിന് ശേഷമുള്ള സൃഷ്ടിപ്പിൽ പങ്കുവഹിച്ചിട്ടുള്ള മാറ്റമില്ലാത്ത നിത്യദൈവം അവന്റെ ദൈവത്വം തെളിയുന്നു. പ്രകൃതി ശക്തികളെ കൽപ്പിച്ചമർച്ച ചെയ്യാൻ അവൻ അധികാരമുള്ള ദൈവമായി തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് ഈ ലോകത്തിലായിരിക്കുന്ന 33 വർഷത്തെ തന്റെ ജീവിതകാലത്തിൽ അരിമനാഥന്റെ അരികിൽ വന്ന അനവധി രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. രോഗികൾക്ക് സൗഖ്യം ചികിത്സാ വിധികൾ കൊണ്ട് നേടാൻ കഴിയും എന്നത് ഞാൻ തിരസ്കരിക്കുന്നില്ല. ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിന് രോഗികൾക്ക് സൗഖ്യം നൽകാൻ കഴിയും. ഞാൻ അതിന് ഇങ്ങനെ പറയും, ഒരു പരിധി വരെ. എന്നാൽ ഏറ്റവും ഒടുവിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കേ. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, ഇനിയൊക്കെ ഈശ്വരന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം അത് കൈയൊഴുകുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെയും പരാജയപ്പെടാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ ഞങ്ങള് നിങ്ങളോട് ധൈര്യമായി പറയാം, ആശുപത്രി ഉപേക്ഷിച്ച ഒരു രോഗി ഉണ്ടെങ്കിൽ കൊണ്ടുപോയി വേദിയിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചെഴുന്നേൽപ്പിക്കും. ഞങ്ങളുടെ കൂടെ ഒരുവരുണ്ട്, ഞങ്ങൾക്ക് കഴിവില്ലാത്തവരാ, പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ അധികാരമുള്ളവരാ. അവൻ തൊട്ടപ്പോൾ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്, അവൻ തൊട്ടപ്പോൾ വീടന്മാർക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ട്, അവൻ കൽപ്പിച്ചപ്പോൾ ചെയ്തന്മാർക്ക് കേൾവി വന്നിട്ടുണ്ട്, അവൻ പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ അലറിയേറിയിട്ടുണ്ട്. തീർന്നില്ല പ്രിയരേ, യേശു ക്രിസ്തുവിന്റെ അധികാരം നിങ്ങൾ കാണണം. നമ്മുടെ കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അടക്കം ചെയ്ത് നാറ്റം വെച്ചഴുകിയ ലാസർ എന്ന മനുഷ്യന്റെ കല്ലറവാതിക്കൽ വന്ന് അരിമനാഥൻ പറയുന്നു, കല്ലറ തുറക്കുക. കല്ലറ തുറക്കാൻ വിസമ്മതിക്കുന്ന ആളുകൾ വളരെ ധൈര്യമായി തുറക്ക്. പലരും മൂക്ക് പൊത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അഴുകിയ ശരീരത്തിന്റെ ദുർഗന്ധം പുറത്തേക്ക് വരുമെന്ന് അവർ നോക്കി നിൽക്കുമ്പോൾ കല്ലറ തുറന്ന അനന്തരമായി അവർ കണ്ട കാഴ്ച, അരിമനാഥൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിട്ട് ഒറ്റ പ്രഖ്യാപനമാ, ലാസറേ പുറത്തു വാ. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് മാറ്റം വെച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് തിരികെ വന്നെങ്കിൽ മരിച്ചവരെ ഉയർത്തിക്കാൻ മരണത്തിന്റെ മേൽ അവൻ അധികാരമുള്ളവനാണ്. മാത്രമല്ല, രോഗത്തിന്റെ മേൽ അവൻ അധികാരമുണ്ട്, അവന് മരണത്തിന്റെ മേൽ അധികാരം. മരണത്തിന്മേലുള്ളവന്റെ അധികാരത്തിന്റെ തെളിവുകൾ ഞാൻ പറയാം. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് 3 നാൾ കല്ലറയിരുന്നു. 3-ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അരിമനാഥൻ ഉയർത്തെഴുന്നേറ്റു. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു നിർമ്മിത കഥയല്ല, ചരിത്ര യാഥാർത്ഥ്യമാണ്. യേശുനാഥനെ അടക്കം ചെയ്ത കല്ലറ പാലസ്തീനിൽ എന്നുമുണ്ട്, ഇസ്രായേലിൽ എന്നുമുണ്ട്. ആ കല്ലറ തുറന്നു കിടക്കുക. ഈ ലോകത്തിലെ അനേക ഭാരതന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. ആ കല്ലറവാതിക്കൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മാത്രമല്ല, 2007 ഒരു വാർത്ത പുറത്തു വന്നു. യേശു കർത്താവിനെ അടക്കം ചെയ്ത കല്ലറ പരിശോധിച്ച ഒരു പറ്റം ഗവേഷക സംഘം ആ കല്ലറയ്ക്കകത്തേക്ക് കടന്ന്
യേശുവിനെ അടക്കം ചെയ്തപ്പോൾ ക്രിസ്തുവിനെ കടത്തുകയെന്ന് കരുതുന്ന മാർബിൾ ശില അവർ പുറത്തെടുത്തു. അതിന്റെ കാലപ്പഴക്കം പരിശോധിച്ചു. യേശു ക്രിസ്തുവിനെ അടക്കിയ കാലത്തോളം അതിന് പഴക്കമുണ്ടെന്ന് തെളിഞ്ഞു. അതിന്റെ പുറത്തൊരു കുരിശടയാളം ഉണ്ടായിരുന്നു. അതിന്റെ കാലപ്പഴക്കം അവർ പരിശോധിച്ചപ്പോൾ അത് പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ ആരോ കൊത്തിയതാണെന്ന് തെളിയിക്കപ്പെട്ടു. വീണ്ടും നിരീക്ഷണം നടത്തി. യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ യേശുവിനെ കിടത്തിയ മാർബിൾ ശില അവർ പരിശോധിച്ച് എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ മൃതശരീരം ഇവിടെ അഴുകി ചേർന്നിട്ടുണ്ടോ എന്നറിയാൻ അവർ നിരീക്ഷണങ്ങൾ നടത്തി. അവരുടെ പരീക്ഷണങ്ങൾ അൻപേ പരാജയപ്പെട്ടു. യേശുവിന്റെ ശരീരം അഴുകിച്ചേർന്നതായി അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു പടിയും കൂടെ കടന്നു പറയാം. ഇനി ലോകം എത്ര കാലം ഉണ്ടാകുമോ, ശാസ്ത്രം എത്ര പുരോഗമിക്കുമോ, എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കുമോ, മനുഷ്യന്റെ എല്ലാ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും പരിശോധിച്ചാൽ ഒരു കാലത്ത് യേശുവിന്റെ ശരീരം അഴുകിച്ചേർന്നതിന്റെ തെളിയില്ല. എന്തുകൊണ്ടെന്ന് ക്രിസ്തുവിന്റെ ജന്മത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരനായ ദാവീദ് ആത്മാവിൽ ഒരു കാര്യം പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു: എന്റെ പരിശുദ്ധനെ ദൈവത്തെ കാണാൻ അനുവദിക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞ പ്രവചനത്തിന് നിവൃത്തിയായി യേശു കർത്താവ് മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു യാഥാർത്ഥ്യം തെളിയിക്കപ്പെട്ടു. അവൻ മരണത്തിന്മേൽ അധികാരമുണ്ട്. മരണത്തെ തോൽപ്പിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു. യേശുക്രിസ്തു ഒരു സാധാരണ വ്യക്തിയല്ല. വെറുതെ പടക്കം പൊട്ടിച്ച് വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറിയും സമ്മാനങ്ങൾ കൈമാറിയും ആഘോഷിച്ച് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ക്രിസ്തുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അവനെ ജീവിതകാലം മുഴുവൻ ചേർത്ത് നിർത്തണം. യേശുവിന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തണം. യേശുവിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. അതിന്റെ സന്തോഷവും അതിന്റെ അനുഗ്രഹവും അതിന്റെ മഹത്വവും നിങ്ങൾ കണ്ടതിനും അപ്പുറത്താണ് അനുഭവിച്ചത്. അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാം, ഒരു കാലത്ത് സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ പലരും ഞങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്. സമൂഹത്തിന് തലവേദന സൃഷ്ടിച്ച അനേക ആളുകളുണ്ട്. മദ്യത്തിന്, മയക്കുമരുന്നിനും ലഹരിക്കും അടിമയായി ജീവിച്ച നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ മാറ്റിയത് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. എന്റെ ജീവിതാനുഭവം, ഞാനൊരു മിമിക്രിക്കാരനായിരുന്നു. 2 മണി 3 മണി 4 മണി സമയത്തൊക്കെയാ തിരികെ വരുന്നത്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നന്നായി മദ്യപിച്ചോട്ടൊക്കെയാണ് വീട്ടിൽ വരുന്നത്. എന്റെ അമ്മ ഒരിക്കൽ വെള്ളം കോരിക്കൊണ്ട് വരികയാണ്. തലയിൽ എന്റെ വീട്ടിൽ കിണറില്ല. ദൂരെയുള്ള വീട്ടിലെ കിണറ്റിൽ വെള്ളം കോരി തലയിൽ വെച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതെ എനിക്ക് ഇഷ്ടമില്ലാത്തതിൽ പ്രവർത്തിച്ചപ്പോൾ ആ നിൽക്കുന്ന ലഭ്യം മുണ്ട് മടക്കി കൊത്തി കാലുമൊക്കെ അമ്മയുടെ തലയിൽ നിന്ന് കുടമടിച്ച് ദൂരെ കളഞ്ഞ് അവരെ ചീത്തയെ വിളിച്ച് ഉപദ്രവിച്ച മനുഷ്യനാണ് ഞാൻ. അയ്യോ, ഇങ്ങനെ ഒരാളുടെ പ്രസംഗം കേൾക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അന്ന് എനിക്ക് ബോധമില്ലാതിരുന്ന കാലത്ത്, മദ്യപിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ചെയ്തതാ. എന്റെ അമ്മയുടെ മുടിക്കുത്തിരി പിടിച്ചു നിർത്തി മുട്ടുകൈകളുടെ പുറത്ത് ഞാൻ ഇടിച്ചിട്ടുണ്ട്. മാനസാന്തരമില്ലാതെ പ്രാണിയായി കഴിഞ്ഞ കാലത്ത് എനിക്ക് മാറ്റം വരുത്തിയത് യേശുക്രിസ്തു എന്ന വ്യക്തി പ്രഭാവമാണ്. അതുകൊണ്ട് ഞാൻ എവിടെയും പറയും, മനുഷ്യന് മാറ്റം വരുത്താൻ കഴിയുന്ന, രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. ക്രൂരനായ വ്യക്തിയെയും ഏത് കാലനായ വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തി കുഞ്ഞാടാക്കി മാറ്റാൻ കഴിവുള്ള സർവശക്തനായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി താങ്കളുടെ അരികെ നിൽക്കുകയാണ്. മാന്യ ശ്രോതാവേ, ഈ ആഘോഷത്തിന്റെ മുൻപിൽ മുന്നോട്ട് വെക്കുമ്പോൾ യേശുവില്ലാതെ എന്ത് ആഘോഷം? യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാതെ യേശുവിനെ ജന്മദിനം ആഘോഷിച്ചത് കൊണ്ട് എന്ത് ഗുണമാണ് സുഖത്തെ ഉള്ളത്? അതുകൊണ്ട് ഞാൻ പറയാം, താങ്കൾക്ക് അടിമുടി മാറ്റം വരുത്താൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കൂ. അങ്ങനെ യേശു ക്രിസ്തുവിനോട് കൂടെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകൂ. പ്രിയപ്പെട്ടവരെ, യേശു ഒരു സാധാരണ വ്യക്തിയില്ല. മരണത്തിന്മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, പ്രകൃതികളുടെ മേൽ അധികാരമുള്ളവൻ, അവൻ ദൈവമായിരുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അന്യശ്രോതാക്കളെ, യേശുക്രിസ്തു
ദൈവമായിരുന്നുവെങ്കിൽ അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വരികയാണ്. അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ ബൈബിളിലെ ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ദൈവരൂപത്തിൽ ഇരുന്നൊരു കാലം അവനുണ്ടായിരുന്നു. എന്നാൽ ദൈവരൂപത്തിൽ ഇരുന്നവൻ മനുഷ്യരൂപത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാണ് വന്നത്? മാനവരാശിയുടെ പാപം പോക്കുവാൻ. ഇനി എന്നെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ക്രിസ്തു മാനവരാശിയുടെ പാപം പോക്കിയത്? ഇവിടെ ഓരോ മതങ്ങളും പാപപരിഹാരത്തിനായുള്ള വിവിധ മാർഗങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. മതാചാര്യന്മാരും പ്രവാചകന്മാരും ഒക്കെ അത്തരത്തിലുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വിവിധമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കർമ്മമാർഗങ്ങളായി നമ്മൾ അനുഷ്ഠിക്കാൻ പറഞ്ഞ നിരവധി കാര്യങ്ങൾ: യാഗമർപ്പിക്കുക, യോഗം കൂടുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, തീർത്ഥവെള്ളത്തിൽ കുളിക്കുക, കുടിക്കുക, അത് തളിക്കുക, ദേഹധർമ്മ പ്രക്രിയകൾ നടത്തുക, അങ്ങനെ ഉരുളുക, മുട്ടയിടുക എന്ന് വേണ്ട മാനവരാശിയുടെ പാപങ്ങൾ പരിഹരിക്കേണ്ടതിനായി മതങ്ങൾ പല മാർഗങ്ങൾ മുൻപോട്ട് വെച്ച് മതാചാര്യന്മാരും പ്രവാചകന്മാരും ഒക്കെ ആ മാർഗങ്ങൾ പഠിപ്പിച്ച് അവർ കടന്നുപോയി. എന്നാൽ ക്രിസ്തുനാഥൻ പാപം പരിഹരിക്കാൻ വന്ന ക്രിസ്തുനാഥൻ ഒരു മാർഗം കാണിച്ചിട്ട് ഈ വഴിയിലൂടെ പോകുക, ഇന്നതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോയ ഒരു വ്യക്തിയല്ല. തിരുവെഴുത്ത് പറയുന്നു, പാപം പരിഹരിക്കാൻ വന്ന ക്രിസ്തു ഒരു മാർഗം ചൂണ്ടിക്കാണിക്കുകയല്ല, പകരം പാപത്തിന്റെ പരിഹാരമായി മാറുകയായിരുന്നു. എങ്ങനെ ക്രിസ്തു പാപത്തിന്റെ പരിഹാരമായി മാറി? വിശുദ്ധ ബൈബിളിലെ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ 9-ാം അധ്യായം 26-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തെങ്കിൽ സ്വന്തം യാഗം കൊണ്ട് പാപങ്ങൾ പരിഹരിക്കുവാനായി ഒരിക്കലായിട്ട് പ്രത്യക്ഷനായി. സ്വന്തം യാഗം കൊണ്ടാണ് ക്രിസ്തുനാഥൻ പാപം പരിഹരിച്ചത്. ശ്രദ്ധിക്കുമല്ലോ പ്രിയരെ, ക്രിസ്തു പാപം പരിഹരിക്കാൻ വന്നു. എങ്ങനെയാണ് പാപം പരിഹരിക്കുന്നത്? സ്വന്തം യാഗം കൊണ്ട്. അങ്ങനെയെങ്കിൽ സ്വന്തം യാഗം കൊണ്ട് പാപം പരിഹരിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തു വന്നത് ഇവിടെ ജീവിച്ച് തന്റെ സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പടുത്ത് ഒരു രാജാവായി വാഴുവാനല്ല, മറിച്ച് തന്റെ മരണം കൊണ്ട് മാനവകുലത്തിന്റെ പാപം പോക്കുവാനായിട്ടാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തുവിന്റെ യാഗമെന്ന് പറയുന്നത്, വീണ്ടും തിരുവെഴുത്ത് പറയുന്നു, താൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗം കൊണ്ട് എന്നേക്കുമുള്ള പാപമോചനം സാധ്യമായി. അങ്ങനെയെങ്കിൽ ക്രിസ്തു പാപം പരിഹരിച്ചത് ശരീരയാഗം കൊണ്ടാണ്. യേശു ക്രിസ്തുവിന്റെ ശരീരം യാഗമാക്കി മാറ്റിക്കൊണ്ട് പാപങ്ങൾ പരിഹരിച്ചു. ഒന്നും കൂടെ പത്രോസ് പറയുന്ന ഒരു വാക്യം കൂടെ പറയാം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. ഒറ്റ വാക്കിൽ ഈ വാക്യഭാഗങ്ങളെല്ലാം ചേർത്ത് ഇങ്ങനെ പറയാം, പാപം പരിഹരിക്കാൻ വന്ന ക്രിസ്തു മാനവകുലത്തിന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് പാപങ്ങളുടെ പരിഹാരമായി യാഗമായി തീരേണ്ടതിന് അവൻ ക്രൂശിൽ മരിക്കുവാനിടയായി. അല്പനിമിഷം കൊണ്ട് എന്റെ കേൾവിക്കാരുടെ ശ്രദ്ധ ഞാൻ സദയം ചോദിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനനം എങ്ങനെയായിരുന്നു? ക്രിസ്തു ജനിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശവും ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശവും മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി യാഗമാകുക എന്നുള്ളതായിരുന്നതിനാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു പഠന വിഷയമായി നാം കരുതേണ്ട കാര്യമാണ് ക്രിസ്തുവിന്റെ കാൽവരി മരണം എന്നുള്ളത്. അതുകൊണ്ട് എന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധ ക്രിസ്തുവിന്റെ പാപപരിഹാര വരിയിലേക്ക് ഞാൻ സദയം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ പാപങ്ങൾ ചുമന്നൊലിക്കുവാൻ ക്രിസ്തുനാഥൻ കാൽവരിയിൽ യാഗമായി. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ജന്മപാപം ഉണ്ടായിരുന്നില്ല, കർമ്മപാപം ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിനെ സ്ഥാനം കഴിച്ച കോടതികളിലെല്ലാം അത് തെളിയിക്കപ്പെട്ടു. എന്നിട്ടും ഒരു ചോദ്യം വരുന്നു, ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്ത, അതൊന്നും കൂടെ പറഞ്ഞാൽ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ചിന്ത കൊണ്ടും ചെയ്തുകൊണ്ടും യാതൊരു വിധത്തിലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഈ ക്രിസ്തുവിനെ എന്തിനു വേണ്ടി റോമൻ ചക്രവർത്തി
ക്രൂശിക്കാൻ വിധിച്ചു, റോമൻ ഗവർണർ ക്രൂശിക്കാൻ വിധിച്ചു എന്നൊരു ചോദ്യം ഉയർന്നു വരികയാണ്. എന്റെ മാന്യ ശ്രോതാക്കൾ അറിയണം, ക്രിസ്തുവിന്റെ ക്രൂശിമരണം എന്തിനായിരുന്നു? വിശുദ്ധ ബൈബിൾ പറഞ്ഞൊരു ഭാഗമുണ്ട്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവനേതായി. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശിമരണം, ക്രിസ്തുവിന്റെ കാഷ്ടാനുഭവങ്ങൾ മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതിനാൽ മാനവരാശിയുടെ പാപം പരിഹരിക്കാൻ ഉലകത്തിലേക്ക് അവതാരം ചെയ്ത, മാനവരാശിയുടെ പാപം ചുമന്ന് കാൽവരിയിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ ക്രൂശിമരണത്തെ കുറിച്ച് അല്പമിനിറ്റുകൾ എന്റെ ശ്രോതാക്കൾക്ക് മുമ്പിൽ ഞാനൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാലും, ഇതാ റോമൻ ഗവർണറാകുന്ന പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് ക്രിസ്തുനാഥനെ അറസ്റ്റ് ചെയ്ത അനന്തരം വിസ്താരം കഴിക്കുവാനായി കൊണ്ടുവരികയാണ്. യഹൂദന്മാരുടെ മതനേതാക്കന്മാരും യഹൂദ പുരുഷാരും റോമൻ പടയാളികളും ഒക്കെ ചേർന്ന് അരിമനാഥനാകുന്ന യേശു കർത്താവിനെ റോമൻ ഗവർണറാകുന്ന പീലാത്തോസിന്റെ പ്രിട്ടോറിയം എന്ന കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിനെ വിസ്താരം കഴിക്കാൻ കൊട്ടാരത്തിന്റെ ഇടതുഭാഗത്തായുള്ള ഒരു കൽത്തളം, ഗബദ എന്ന കൽത്തളം, ആ കൽത്തളത്തിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് പീലാത്തോസ് വിസ്താരം കഴിക്കുന്നു. വിസ്താരവേളയിൽ പീലാത്തോസ് അതെ തന്നെ യേശുവിനെ കുറിച്ച് വിസ്താരം കഴിച്ചതിന് പുരുഷാരത്തോടെ പറയുന്നു, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പുരുഷാരം ഒരേ സ്വരത്തിൽ അപ്പോൾ പറയുന്ന കാര്യമുണ്ട്, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. അപ്പോൾ പീലാത്തോസ് ഒരു കാര്യം മുൻപോട്ട് വെച്ചു. പെസഹയുടെ ദിനമായിരുന്നതിനാൽ പെസഹയോടൊരു കുറ്റവാളിയെ വിറ്റുകൊടുക്കുന്നതിന് പതിവ് യഹൂദതയുടെയും റോമൻകാർ ഭരിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അപ്പോൾ റോമൻ ഗവർണറായ പീലാത്തോസ് ഒരു പ്രഖ്യാപനം നടത്തി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, രണ്ട് പേരെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരുവൻ യേശുക്രിസ്തു, മറുഭാഗത്ത് നിൽക്കുന്നത് ബറാബാസ് എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയാണ്. ബറാബാസ് എന്ന് പറയുന്ന ആ കൊടും കുറ്റവാളി ഒരു കലഹം നിമിത്തം, കൊലപാതകം നിമിത്തം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ പുറത്തിറക്കരുതെന്നാണ് യഹൂദർ ഒന്നടങ്കം ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്. എന്റെ ഭാഷ ഞാൻ പറയാം, പെറ്റ തമ്മ പോലും ആഗ്രഹിക്കുന്നു ഈ മനുഷ്യൻ പുറത്തിറങ്ങരുത്. അങ്ങനെയുള്ള ക്രൂരനായ ബറാബാസ് എന്ന മനുഷ്യനെയും യേശുക്രിസ്തുവിനെയും ഇടത്തും വലത്തും നിർത്തിയിട്ട് തടിച്ചുകൂടിയ പുരുഷാരത്തോട് പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുന്നു, പെസഹയോട് ഒരു കുറ്റവാളിയെ വിട്ടുതരുമല്ലോ, ഈ പ്രാവശ്യം ഇവരിൽ ആരെ വിട്ടുതരണം? പീലാത്തോസിന്റെ ഹൃദയത്തിലെ ചിന്ത ഒരിക്കലും യേശുവിനെ ക്രൂശിക്കാൻ ഇവർ പറയില്ല. കാരണം ഈ യേശു നീതിമാനാണെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ ബറാബാസ് അങ്ങനെയല്ല. ഈ കുറ്റവാളി രക്ഷപ്പെടരുത് എന്ന് യഹൂദൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിനെ വിട്ടുതരാൻ പറയുമെന്ന് പീലാത്തോസ് പ്രതീക്ഷിച്ചു. എന്നാൽ പീലാത്തോസിന്റെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ശബ്ദമോടെ ഉയർന്നു. അത് മഹാപുരോഹിതന്റെ ശബ്ദമാണ്. പുരുഷാരത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു മഹാപുരോഹിതൻ ഉറക്കം വിളിച്ചു പറയുന്നു, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാം, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാം എന്ന ശബ്ദം ഈ മഹാപുരോഹിതന്റെ അതരത്തിൽ നിന്ന് നിർന്നിരുന്നപ്പോൾ തടിച്ചുകൂടിയ പുരുഷാരം ആ തട്ടകസിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അവർ പറയുക, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക, യേശുവിനെ ക്രൂശിക്ക, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക എന്നിങ്ങനെ ആക്രോശിക്കുന്ന പുരുഷാരത്തിന്റെ ആരവാരവത്തെ അടക്കി നിർത്തുവാൻ കൈകൾ കൊണ്ട് ആംഗ്യം കാട്ടുന്നത് പീലാത്തോസ്. പക്ഷെ പീലാത്തോസിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ ആർത്തട്ടഹസിക്കുന്നു, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക എന്ന് ആർത്തട്ടഹസിക്കുമ്പോൾ പീലാത്തോസ് ഒരു കാര്യം ചെയ്തു. ഒരു താലത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകി പരസ്യമായി ഇങ്ങനെ പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നീതിമാനാണെന്ന് പറഞ്ഞിട്ട് ഇട്ടയക്കുകയല്ല ചെയ്തത്. അടുത്ത വാദം ഇങ്ങനെയാണ്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കുക. യേശുവിന്റെ ജന്മദിനം കൊണ്ടാടുന്ന ക്രിസ്മസ് ദിനത്തിൽ എന്റെ മാന്യ ശ്രോതാക്കളോട് പറയുന്നു, ക്രിസ്തു ജനിച്ചത് പാപം പരിഹരിക്കാനാണ്. എങ്ങനെയാണ് ക്രിസ്തു പാപം പരിഹരിച്ചത്? മാനവരാശിക്ക് വേണ്ടി യാഗമായിട്ട്. ആ യാഗം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടോ മാന്യ ശ്രോതാക്കൾ, അല്പനിമിഷം കൊണ്ട് തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പീലാത്തോസ് പറയുന്നു, നിങ്ങൾ അവനെ കൊണ്ടുപോയി ചമ്മട്ടി കൊണ്ട് ക്രൂശിക്കുക. രണ്ട് റോമൻ പടയാളികൾ കൊണ്ടുവന്നു. ആരോഗ്യ ദൃഢഗാത്രന്മാരായ രണ്ട് പടയാളികൾ അവർ മുമ്പോട്ട് വന്ന് എന്റെ കർത്താവിന്റെ വസ്ത്രം അവർ പറിച്ചു.
യേശുനാഥനെ വലിച്ചു വെച്ച് കൊണ്ടുപോയി ആ ഗഹതയിൽ നാട്ടു നിർത്തിയിരിക്കുന്ന ഒരു കൽത്തൂണിനോട് ചേർത്ത് എന്റെ കർത്താവിനെ ബന്ധിക്കുകയാണ്. ഉയരമുള്ള കൽത്തൂണല്ല, അരയറ്റം മാത്രം പൊക്കം വരുന്ന കൽത്തൂണിനോട് ചേർത്ത് കുനിച്ചു നിർത്തി, അർത്ഥവൃത്താകൃതിയിൽ കുനിച്ചു നിർത്തി എന്റെ കർത്താവിന്റെ കൈകാലുകൾ ആ കല്ലിനോട് ചേർത്ത് ബന്ധിച്ചമർന്നതും ഈ പടയാളികൾ കയ്യിലെറിയ ചമ്മട്ടി കൊണ്ട് യേശുവിനെ അടിക്കാൻ തുടങ്ങി. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അല്പനിമിഷം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ശ്രദ്ധിക്കൂ പ്രിയരെ, എന്റെ കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ്. എന്താണ് ചമ്മട്ടി എന്നറിയാമോ? എന്നെ ശ്രദ്ധിച്ചാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ മൈക്രോഫോണിന്റെ അഗ്രത്തിൽ ഒരു വയർ നീണ്ടു കിടക്കുന്ന നിങ്ങൾക്ക് വേണം. ഇതുപോലെ ഒരു പിടിയുടെ അഗ്രത്തിൽ കുതിരയുടെ തോൾവാറുകൾ ഉണ്ടാക്കിയ ചമ്മട്ടി ചാട്ടവാർ, അതിന്റെ അഗ്രത്തിൽ ഈയക്കട്ടകള്, മുൾക്കൊഴുത്തുകൾ, അസ്ഥികഷ്ണങ്ങളെ ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ആയുധം കൊണ്ട് അടിക്കുന്നത് കുനിച്ചു നിർത്തി വിവസ്ത്രനാക്കിയ യേശുവിന്റെ മാംസമായ പുറത്തേക്ക് ഈ ചമ്മട്ടി വായുവിൽ ചുഴറ്റി അവർ ആഞ്ഞടിച്ചുറപ്പിക്കുകയാണ്. എന്റെ ശ്രോതാക്കൾ കേവലം കാതുകൾ കൊണ്ട് മാത്രം ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കണ്ണുകൾ കൂടെ എന്നെ ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ വിലാപ്പുറം എന്ന് പറഞ്ഞ പുറത്തേക്ക് ചമ്മട്ടി എന്ന ആയുധം അടിച്ചുറപ്പിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് താഴേക്ക് ഈ പൃഷ്ഠഭാഗത്തേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ പുറം ഉഴവുശാലകൾ പോലെ കീറി മുറിഞ്ഞു. ഈ ചമ്മട്ടി പുറത്ത് മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ അടിക്കുമ്പോൾ ലക്ഷ്യം തെറ്റി അത് നെഞ്ചും പൂർവ്വവും പുറവും വയറുമെല്ലാം കീറി മുറിക്കുമാറ് ചുറ്റി പിണഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ആ ചമ്മട്ടി പുറകോട്ടെടുക്കാൻ പടയാളികൾ ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. അവർ ശരീരത്തിന്റെ മുഴുവൻ ശക്തിയും കരങ്ങളിലേക്ക് ആവാഹിച്ചിട്ട് ആ ചമ്മട്ടി പുറകോട്ട് വലിച്ചെടുക്കുമ്പോൾ ചീറ്റിത്തെറിക്കുന്ന ചോരയോടുകൂടെ അതേ അടർന്നു വീണ മാംസകഷ്ണങ്ങൾ നിലത്ത് കിടന്ന് പിടയ്ക്കുന്നുണ്ട്. കാവാലികന്മാരായ കരളിവില്ലാത്ത ആ പടയാളികൾ വീണ്ടും വീണ്ടും എന്റെ കർത്താവിനെ തലമുണ്ടിലങ്ങ് വലിക്കുമ്പോൾ വിശുദ്ധമായി പറയുന്നു, ഈ മാരകമാകുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ ഒരു കുഞ്ഞാടിനെ പോലെ എന്റെ കർത്താവ് നിന്നുകൊടുത്തു. എന്തിനാണെന്നറിയാമോ? താൻ ഇവിടേക്ക് അവതരിച്ചത് മാനവരാശിയുടെ പാപം തന്റെ ക്രൂശ് മരണത്താൽ നീക്കിക്കളയാനാകുന്നത് കൊണ്ട് താൻ മരണം സ്വീകരിച്ചേ മതിയാകുള്ളൂ. ഈ അടികളെല്ലാം താൻ ഏറ്റെടുത്തേ മതിയാകുള്ളൂ. എന്തുകൊണ്ടെന്നാ തന്റെ ശരീരത്തിലേറ്റിരിക്കുന്ന ഈ മുറിപ്പാടിലൂടെ ഒഴുകി ഇറങ്ങുന്ന പുണ്യാകരത്വത്തിന് മാത്രമേ മാനവകുലത്തിന്റെ പാപത്തിന്റെ കറകൾ കഴിയുന്നതിനാ എന്റെ കർത്താവ് രോഗം കത്തിരിക്കുന്നതിന് മുമ്പാകെ നിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്ന് കൊടുത്തു. തീർന്നില്ല, കർത്താവിന്റെ മുഖത്തേക്ക് അവർ കാർക്കിച്ചു കൂട്ടി. യേശുനാഥന്റെ മുഖത്തെ താടി രോഗങ്ങൾ റോമൻ തൊട്ടികൾ ചേർത്ത് പിടിച്ച് അവർ വലിച്ച പറിച്ചെടുക്കുമ്പോൾ കവിൾത്തടങ്ങളിലെ മാംസം അടർന്നു പോയി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ താഴ്ത്തിയ ചുണ്ടുകൾ അതെ പൊട്ടിച്ചിതറി, പല്ലുകൾ പുറത്തേക്ക് എഴുന്നു നിൽക്കുകയാണ്. തലയിലേക്ക് അവർ ഒരു മുൾക്കിരീടം കൊണ്ടുവന്ന് വെച്ചു. ബ്രൂസേലി എന്ന് പറയുന്ന ചെടിയുടെ കമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു മുൾക്കിരീടം. 1.5 ഇഞ്ച് നീളമുള്ള മുള്ളുകളാണ് അതിലുള്ളത്. ബലിഷ്ഠമായ മുള്ളുകൾ, മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ഒടിക്കാൻ കഴിയാത്തത്ര ബലമുള്ള മുള്ളുകളുള്ള ആ ചെടിയുടെ കമ്പുകൊണ്ട് മെനഞ്ഞെടുത്ത മുൾക്കിരീടം ക്രിസ്തുനാഥന്റെ ശിരസിൽ വെച്ചിട്ട് കോലുകൊണ്ടടിക്കുമ്പോൾ തലകൊട്ടി പിളർന്ന് മുള്ളുകൾ ആഴത്തിലേക്ക് കടന്നിറങ്ങി. യേശു കർത്താവിന്റെ ഒരു കണ്ണിലൂടെ മുള്ളു പുറത്തേക്ക് വന്നപ്പോൾ കണ്ണ് തുറിച്ചു പോയി എന്ന് തിരുവെടുത്ത് രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, സ്നേഹിതരെ, യേശു ജനിച്ചത് എന്തിനാണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി ഇതുപോലെ തകർക്കപ്പെട്ട് ക്രൂശിതനായി തീർന്നനന്തരം മാനവരാശിയുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു ചോദ്യം ഈ തരുണത്തിൽ എന്റെ ശ്രോതാക്കളോട് ചോദിക്കുന്നു. ഭാരതത്തിൽ വിവിധ മതങ്ങളുണ്ടല്ലോ, വിവിധ മതാചാര്യന്മാരും പുണ്യപുരുഷന്മാരും ഒക്കെ ഉണ്ടല്ലോ. ഒരു ചോദ്യം ചോദിക്കുന്നു, ഇതുപോലൊരു വ്യക്തിപ്രഭാവത്തെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും? മാനവരാശിക്ക് വേണ്ടി മരണമേറ്റെടുത്ത ഒരു മഹാവ്യക്തിപ്രഭാവത്തെ നിങ്ങൾക്ക് ഏത് മതത്തിൽ കാണിക്കാൻ കഴിയും? ഏത്
നിങ്ങൾക്ക് കളിക്കാൻ കഴിയും. ആരുണ്ട് മാനവരാശിക്ക് വേണ്ടി സ്വന്തം ജീവനെ യാഗമായി നൽകിയ ഒരു വ്യക്തി? ആരുണ്ട് സ്വന്തം രക്തത്തെ ഊറ്റിത്തന്ന ഒരു വ്യക്തി? ആരുണ്ട് മാനവരാശിക്ക് വേണ്ടി മരണം വരിച്ച ഒരു വ്യക്തി? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. സ്വർഗ്ഗമഹിമകൾ വെടിഞ്ഞ താഴ്ന്ന ഭൂമിയിൽ ഒരു മനുഷ്യനായി ഇവിടെ അവതാരം ചെയ്തു. ദൈവമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിലായി. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, കണ്ടാൽ ആളുണ്ടായെന്ന് തോന്നുമാർ അവൻ വിരൂപമാക്കപ്പെട്ടു. ഇപ്പൊ മനുഷ്യനാണെന്ന് പോലും തോന്നുന്ന നിലയിൽ അവൻ തകർക്കപ്പെട്ടു. എന്തിനാ? മാനവരാശിയെ രക്ഷിക്കാൻ. ഇങ്ങനെ മാനവരാശിക്ക് വേണ്ടി മരണം ഭരിച്ച് രക്ഷ സമ്മാനിച്ച ഒരൊറ്റ രക്ഷകൻ മാത്രമേ ഉലക ചരിത്രത്തിലുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാകുന്നത് കൊണ്ട് ഞങ്ങൾ ഈ രാത്രിവേളയിൽ ഞങ്ങളുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്ന സകല ആളുകൾക്കും ഉച്ചസ്ഥലം ഒന്നിച്ച് ഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് എന്നോട് കൂടെ ഞാൻ പറയുന്ന ഈ വാക്യഭാഗം പറയണം. മാനവരാശിക്ക് വേണ്ടി മരണം വരിച്ച ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, അത് യേശുക്രിസ്തു ആകിയാൽ ഇവിടെയും ഞങ്ങൾ മുഷ്ടിയുരുട്ടി ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ടിട്ടുള്ള ഒറ്റ നാമം യേശുവിന്റെ നാമം. എന്തുകൊണ്ടെന്നാൽ പാപമില്ലാതെ പിറന്ന, പാപം കൂടാതെ ജീവിച്ച, പാപങ്ങളുടെ പരിഹാരത്തിനായി മാനവരാശിക്ക് വേണ്ടി മരണമേറ്റെടുത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാകയാൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ രാത്രി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുക. ഈ ക്രിസ്മസിന്റെ ആഘോഷം ഒരാഴ്ച കൊണ്ട് ആഘോഷിച്ച് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ജീവിത സാഹചര്യത്തിലേക്ക് ആഘോഷത്തിന് ശേഷം നിങ്ങൾ മടങ്ങിപ്പോകും. സ്തോത്രം. ആഘോഷത്തിന്റെ സന്തോഷം ഈ ഒരാഴ്ച മാത്രമാകാതിരിക്കട്ടെ. ക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ അവൻ നിത്യനാഥയാൽ ഒരു നിത്യ സന്തോഷമകത്തുണ്ട്. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യയും അവർക്ക് ധൈര്യമുണ്ട്. അവർ എന്തെല്ലാം പ്രശ്നങ്ങളെ കുറിച്ചാൽ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്, അവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഞങ്ങൾക്ക് നേരിടുന്ന ഏത് പ്രശ്നങ്ങളിലും യേശു മതിയായവനെന്ന് ഉറപ്പുണ്ട്. ജീവിതത്തിന്റെ വഴിത്താരയിൽ പകച്ചു നിൽക്കുന്ന സുഹൃത്തെ, എങ്ങനെ മുന്നോട്ട് പോകുന്നവർക്ക് ഭാരപ്പെടണ്ട. ജീവിതം അവസാനിപ്പിക്കാൻ വരട്ടെ, താങ്കളെ നടത്താൻ കരുത്തുള്ള വരികയില്ല. താങ്കളെ അരികൾ വന്നിരിക്കുന്നു. ജീവൻ നൽകി സ്നേഹിച്ച ഈ യേശുവിനെ നിങ്ങൾ ഏറ്റെടുക്കാൻ. തകർന്ന ജീവിതത്തെ അവൻ പണിയുന്ന ദൈവമാണ്. ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗിയാണ് താങ്കൾ. ചികിത്സയില്ലാത്ത രോഗം തന്നെ ബാധിച്ചിരിക്കുന്നുവോ? ഏറെ കാലമായി ചികിത്സിച്ചിട്ട് സൗഖ്യമില്ലേ? യേശു കർത്താവ് തൊട്ടാൽ താങ്കൾക്ക് സൗഖ്യം വരും. സമാധാനമില്ലാത്ത വ്യക്തിയാണോ? ദിവ്യ സമാധാനം താങ്കളുടെ ഹൃദയത്തിൽ നൽകാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. ഏത് സാഹചര്യത്തിലും താങ്കളെ സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. ഇതൊരു വായിച്ചു പഠിച്ചൊരു പ്രസംഗമായി പറയുകയല്ല, ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യമാ. യേശു ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല. ഈ ടൗണിന്റെ മധ്യത്തിൽ ഇവിടെ മൈക്ക് വെച്ച് കെട്ടി ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ പോലെ തന്നെ ക്രിസ്മസിന്റെ ആഘോഷമായി തിരുവനന്തപുരത്ത് ഒരു കൂട്ടം സുഹൃത്തുക്കൾ തെരുവിലിറങ്ങി. അവർക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇവിടെ ഞങ്ങളെ ആരെങ്കിലും ആക്രമിക്കും, അതുകൊണ്ട് നമുക്കിവിടെ നടത്തണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നില്ല. ഇവിടെ ആക്രമിച്ചാലും ഞങ്ങൾ പ്രസംഗിക്കും. കാരണം ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്, അവൻ ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അറിഞ്ഞ കർത്താവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഒന്നും കൂടെ പറയാം, ഇന്ത്യ മുഴുവനും ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ അഴിച്ചുവിട്ടാലും ക്രിസ്ത്യാനിറ്റിയെ ആർക്ക് തടയാൻ കഴിയും? ലോകത്തിൽ 50 രാജ്യങ്ങൾ കഠിനമായ പീഡനം അനുഭവിക്കുന്നു. ക്രിസ്ത്യാനികൾ കഠിനമായ പീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ്. നൈജീരിയയാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന രാജ്യം. ഇന്ത്യ 11ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ ക്രൈസ്തവർ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം പറയാം, ബന്ധങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിത്യരക്ഷകനായ
ഏക സത്യ നിത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ ഈ പരസ്യ സ്ഥലത്ത് ഒരിക്കൽ കൂടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എന്റെ സന്ദേശം ശ്രമിച്ച ഏവർക്കും ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം നയിപ്പാൻ, അതിലുപരിയായി പാപപരിഹാരം നേടി നിത്യമായ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ, നിത്യസ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ പ്രഭാഷണം ഒരു സഹായമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച ഏവർക്കും എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുത്തുന്നു. ദൈവം നിങ്ങളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.